നമസ്കാരം. മലയാള കവിതയിൽ പ്രണയത്തിന്റെ വസന്ത പൗർണമി ചൊരിഞ്ഞ കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. സ്നേഹത്തിന്റെ ഭിന്നഭാവങ്ങളുടെ മനോഹാരിത കവിതയിൽ വരച്ചുകാട്ടി. പ്രേമത്തിന്റെ വേദനയും നെടുവീർപ്പുകളും മോഹഭംഗങ്ങളും നിരാശയും ആശങ്കയും അതേ തീവ്രതയോടെ വരച്ചു കാണിച്ചു. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച ആ അനശ്വര പ്രതിഭ സാമൂഹിക അസമത്വങ്ങൾക്കെതിരെയും ശബ്ദിച്ചു. മലയാളത്തിന്റെ ഈ ഭാവഗായകനായ ചങ്ങമ്പുഴ 1911 ഒക്ടോബറിൽ കൊച്ചിയിൽ ജനിച്ചു. എറണാകുളം മഹാരാജാസിലും തിരുവനന്തപുരം ആർട്സ് കോളേജിലും പഠിക്കുന്ന കാലത്ത് തന്നെ കവിതകൾ എഴുതി ശ്രദ്ധിക്കപ്പെട്ടു. ബാഷ്പാഞ്ജലി എന്ന കവിതാ സമാഹരണം 23-ാം വയസ്സിലും ആത്മമിത്രമായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണത്തിൽ ദുഃഖിച്ചെഴുതിയ രമണൻ മലയാളത്തിലെ ആദ്യ നാടകീയ വിലാപ കാവ്യമാണ്. ചങ്ങമ്പുഴയുടെ മാസ്റ്റർ പീസും ഇത് തന്നെ. ചങ്ങമ്പുഴയെ പോലെ ഇത്രയേറെ ഹൃദയ സമ്പർക്കം പുലർത്തിയ മറ്റൊരു കവി മലയാളത്തിലില്ല. ഓരോ വരിയും വരുന്നത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ്. കലയുടെ മാന്ത്രിക ശക്തി കൊണ്ടും പ്രതിപാദ്യ വിഷയങ്ങളുടെ പ്രത്യേകത കൊണ്ടും അദ്ദേഹത്തിന്റെ വരികൾ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞു. അനുഭൂതികളുടെ സ്ഥിരതയും വികാര തീവ്രതയും ചങ്ങമ്പുഴ കവിതകളെ വ്യത്യസ്തമാക്കി. കാൽപ്പനികതവും കേരളീയ നിലാവും നീലാകാശവും പുഴയും വെള്ളിമേഘങ്ങളും മലരണിക്കാടുകളും കവിഭാവനകളിൽ ഒഴുകി. ആർദ്രത, അഭിലാഷം, സന്തോഷം, നിരാശ എന്നീ അവസ്ഥകൾ മറ്റു മലയാള കവിതയിൽ ദൃശ്യമാവുക വിരളം. ഗീതാ ഗോവിന്ദത്തിന് പുറമെ ദിവ്യഗീതവും കാളിദാസൻ, സരോജിനി നായിഡു, ഹരീന്ദ്രനാഥ് ചതോപാധ്യായ എന്നിവരുടെ കൃതികളും മൊഴിമാറ്റി. ഏതു കാലഘട്ടത്തിന്റെ ഭാവുകത്വത്തെ ലളിതമായ ആവിഷ്കാരത്തിലൂടെ പുതുക്കിപ്പണിത് ഹൃദയാർജകമായ ഭാഷ കവിതയിൽ നട്ടുപിടിപ്പിച്ച ചങ്ങമ്പുഴ 1948 ജൂണിൽ അന്തരിച്ചു. നന്ദി, നമസ്കാരം.